മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിരവധിയായിട്ടുള്ള പ്രതീക്ഷകളിലൂടെയാണ് കേരളം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. സംഭവ വികാസങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒപ്പം തന്നെ ഈ പൊതുമേഖലാ സംവിധാനങ്ങൾ, ഓഹരി വിപണിയിലെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം തുടങ്ങിയതൊക്കെയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് കയറിയും ഇറങ്ങിയും ഒക്കെ തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ പ്രതിഫലിക്കുന്ന സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അതിനെക്കുറിച്ച് അഗാധമായി തന്നെ സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് DBFSൻ്റെ MD ശ്രീ പ്രിൻസ് ജോർജ് ആണുള്ളത്. നമസ്കാരം. ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ ബജറ്റ്, അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പം ഏതെല്ലാം നിലയ്ക്കുള്ള പ്രതീക്ഷകളാണ് ശരിക്കും നമ്മൾ വെച്ച് പുലർത്തേണ്ടത്? ഒപ്പം തന്നെ നിലവിലെ ഒരു സാധ്യതകളും സാഹചര്യങ്ങളും എങ്ങനെയാണ്? ഈ പ്രതീക്ഷകളേക്കാൾ ഉപരിയായിട്ട് ആളുകളുടെ മുന്നിലുള്ള ഒരു ആശങ്ക എന്താണെന്ന് ആദ്യം പറയാം. ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ രണ്ട് മോദി സർക്കാരുകളും വളരെയേറെ സാമ്പത്തികമായിട്ടുള്ളൊരു ഡിസിപ്ലിനൊക്കെ കീപ്പ് ചെയ്ത്, ഇപ്പം അരുൺ ജെയ്റ്റ്ലി ആണെങ്കിലും നിർമ്മലാ സീതാരാമൻ ആണെങ്കിലും അവരൊക്കെ ഫിസ്ക്കൽ ഡെഫിസിറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഇലക്ഷൻ വന്നപ്പം ശരിക്കും NDA ഇത്തവണ ജയിച്ചു വന്നെങ്കിലും NDAക്ക് പല സ്ഥലങ്ങളിലും ചെറിയ തിരിച്ചടികളുണ്ടായി. അപ്പം പാർട്ടിക്കുള്ളിലും പൊതുവേ ഉള്ള ആളുകളുടെ തിങ്കിങ്ങും എന്താണെന്ന് ചോദിച്ചാൽ, ഈ റൂറൽ പോപ്പുലേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ടൗണിലുള്ളവർക്കും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ഒക്കെ വലിയ കുഴപ്പമില്ലെങ്കിലും റൂറൽ ആളുകൾക്ക് ഇൻകം കാര്യമായിട്ട് കൂടി കിട്ടിയിട്ടില്ല. അവരുടെ ഇടയിൽ ഒരു ഡിസ്ട്രസ് ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇലക്ഷനിൽ ഒരു തിരിച്ചടി ഉണ്ടായെന്നുള്ളൊരു വാദമുണ്ട്. ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വെൽഫെയർ മെഷേഴ്സിന് ഫണ്ട് കൊടുത്താൽ നമുക്കുള്ള ഫണ്ട് ലിമിറ്റഡ് ആണ്, ഫണ്ട് തൊട്ട്. അപ്പോൾ ഉള്ള ഫണ്ട് എങ്ങനെ വീതം വെക്കുക എന്നുള്ളതാണ് എല്ലാ ബജറ്റിലെയും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ മേലാത്ത ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിഫൻസ്, ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇതൊന്നും നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും കോവിഡിനൊക്കെ ശേഷം ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പലതരത്തിലുള്ള മഹാമാരികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് അലോക്കേഷൻ കുറയ്ക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വെൽഫെയർ മെഷേഴ്സിന് പണം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ പ്രത്യേകിച്ച് മോദി 3 അധികാരം ഏറ്റെടുത്ത് അത്യാവശ്യം കംഫർട്ടബിളായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിസർവ് ബാങ്കിൽ നിന്ന് ഒരു 2 ലക്ഷം കോടിയോളം രൂപ ഡിവിഡൻ്റായിട്ട് കിട്ടി. പിന്നെ ഗവൺമെൻറ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള GST കളക്ഷൻ വന്നു. 2 ലക്ഷം കോടി രൂപ ഒരു മാസം GST കളക്ഷൻ വന്നു. അപ്പോൾ ഇത്രയും പണം വന്നപ്പം കഴിഞ്ഞ 2 വർഷങ്ങളിൽ മോദി ഗവൺമെൻറ് ഈ ഇലക്ഷനെ മുൻനിർത്തി ഈ കാശ് കൂടുതലും ചിലവാക്കിയത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡൊക്കെ പണിയാനും റെയിൽവേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കായിരുന്നു. അപ്പോൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യാനുള്ള ഒരു കാശ് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് അവർക്കുള്ളൊരു കംഫർട്ട്. പിന്നെ ഗവൺമെൻറ് അതിനകത്ത് എന്ത് നടപടി എടുക്കും? ഇപ്പോൾ ഗവൺമെൻറ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ എന്താണെങ്കിലും ഗവൺമെൻറ്റുകൾ നയിക്കുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ശരി നമുക്കിനിയും എന്തെങ്കിലും റൂറൽ വെൽഫെയർ സ്കീംസാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീം, അല്ലെങ്കിൽ അങ്ങനെ അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സ്കീമുകളിലേക്കാണ് അവരുടെ അലോക്കേഷൻ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റോഡ്, റെയിൽവേ പദ്ധതികളൊക്കെ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്ലോ ആകാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു വർഷത്തെ ബജറ്റായിട്ടല്ല കണക്കാക്കുന്നത്. അടുത്തൊരു 5 വർഷത്തേക്കുള്ള ഒരു ബജറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് എല്ലാവരും കൂടുതൽ ആകാംക്ഷയോടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബജറ്റിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടായിരിക്കും അടുത്ത 4 വർഷവും വരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ പ്രയോറിറ്റി മാറിയോ? കഴിഞ്ഞ 10 വർഷങ്ങളിൽ മോദി ഗവൺമെൻറ് എടുത്ത ആ പ്രയോറിറ്റിയിൽ നിന്ന് മാറി അവർ പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക, ചെറിയ സോപ്പുകളൊക്കെ ഗവൺമെൻറ് ആളുകൾക്ക് കൊടുത്ത് അവരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രമാണ് പൊളിറ്റിക്കൽ തന്ത്രം. അതിലേക്ക് പോകുമോ എന്നുള്ളതാണ് മാർക്കറ്റിനുള്ള ഒരു ആശങ്ക. ഇപ്പോൾ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2 മോദി സർക്കാരിലും കാണാത്ത രീതിയിൽ ഇത്തവണ വന്നപ്പോൾ ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടല്ലോ. അതും സ്വാഭാവികം, അത് പൊളിറ്റിക്സ് ആണ് ശരിക്കും. അതും സ്വാഭാവികമായിട്ടൊരു മെച്ചപ്പെട്ട ബജറ്റ് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സമ്മർദ്ദം കൊടുക്കുന്നൊരു കാര്യമല്ലേ ശരിക്കും? അല്ല, നമുക്ക് അങ്ങനെ തോന്നാമെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളുടെ തോട്ട് പ്രോസസ്സ് എന്നാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ ഓണങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഈ കോയലേഷൻ പാർട്ട്നേഴ്സ്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതും ബീഹാറിൽ നിന്നുള്ളതുമായിട്ടുള്ള പാർട്ട്നേഴ്സൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവരൊക്കെ ഇതിൻ്റെ ഒരു വീതത്തിന് നല്ലൊരു പിടുത്തം പിടിക്കും. ഉദാഹരണം പറഞ്ഞാൽ പ്രത്യേക പാക്കേജ് ആന്ധ്രയ്ക്ക് വേണം, ബീഹാറിന് വേണമെന്നൊക്കെയുള്ള ഓൾറെഡി അത്തരം വാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ലെവൽ വരെ മോദി സർക്കാർ, അല്ലെങ്കിൽ മോദി സർക്കാർ എന്ന് പറയുന്നതിനുപരമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി ഇതിനൊക്കെ വഴങ്ങിക്കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പ്രതിപക്ഷം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ വായ അടപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ വെൽഫെയർ മെഷേഴ്സിലേക്ക് പോകും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. മനസ്സിലായില്ലേ? അപ്പം നല്ലൊരു വെൽഫെയർ മെഷേഴ്സ് വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും ഓക്കെ. അവർ പബ്ലിക്കിൻ്റെ ഒരു ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ, അവരെപ്പോഴും വളരെ ഷോർട്ട് ടൈം വ്യൂവിൽ അതിനെയൊക്കെ കാണുന്നത്. അവർക്ക് ഇമ്മീഡിയറ്റായിട്ട് എന്തെങ്കിലും ഗ്യാസിന് വില 100 രൂപ കുറഞ്ഞോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ ബെനിഫിറ്റ് കിട്ടിയോ എന്നുള്ളതാണ്. ആക്ച്വലി മോദി ഗവൺമെൻറ് ആദ്യത്തെ 2ാമത്തെ ടേമിൽ ബജറ്റുകളും എക്കണോമിക് മാനേജ്മെൻറ്റും വളരെ നല്ലതായിരുന്നു.
ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിലൊക്കെ ഉള്ള കമ്പനികളൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ കാണിച്ചു വെച്ചു. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണെങ്കിലും ഇത് എത്രയോ നിരവധി ഉദാഹരണങ്ങളുണ്ട്. വലിയ നല്ല രീതിയിൽ ടേൺ അറൗണ്ട് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി ഇഷ്ടംപോലെ വർക്കുണ്ടായി. അതാണ് ശരിക്കും നമ്മുടെ രാജ്യത്ത് വേണ്ടത്. അപ്പം അത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇത്രയും മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ ഉള്ളൊരു രാജ്യത്ത് തൊഴിലവസരങ്ങളുടെ എണ്ണം കൂടാത്തത് ഒരു ആശങ്കയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബജറ്റിൽ ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഈ നമ്മളിപ്പോൾ സെൻസെക്സ് നിഫ്റ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുമ്പെങ്ങുമില്ലാത്ത നിലയ്ക്കുള്ളൊരു വലിയ ബൂം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഏത് നിലയ്ക്കായിരിക്കും? അത് നമ്മൾ ഈ ബജറ്റിൽ അതിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ബജറ്റ് അതിലെങ്ങനെയാണ് പ്രതിഫലിപ്പിക്കാൻ പോകുന്നത്? ഇത് രണ്ട് രീതിയിലുള്ള റൂമേഴ്സ് മാർക്കറ്റിലുണ്ട്. അതായത് ഒന്ന്, സെൻസെക്സ് നിഫ്റ്റിയൊക്കെ മുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം അത് ഈ ഗവൺമെൻറ്റിൻ്റെയോ ബജറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥിതി ഈ കോവിഡിന് ശേഷം എക്കണോമിക് പോളിസിയൊക്കെ നന്നായി, അത് വേറെ കാര്യം. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മീൻ ഏജ്, പോപ്പുലേഷൻ്റെ ഏജ് എന്ന് പറയുന്നത് 27-28 അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള രാജ്യങ്ങൾ ലോകത്തൊന്ന് ചുരുക്കുക. ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, അവർക്കെല്ലാം ആസ്പിറേഷൻസ് ഉണ്ട്, അവർ നല്ല വർക്ക് ഫോഴ്സാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യൻ എക്കണോമിക്ക് ഒരു എല്ലാ രാജ്യങ്ങളെക്കാളും കൂടിയ ഗ്രോത്ത് റേറ്റ് GDP നോക്കുകയാണെങ്കിൽ ഒരു 7-8% ഗ്രോത്ത് റേറ്റുള്ള വലിയ രാജ്യങ്ങളേ ഇല്ല ഇന്ന് ലോകത്ത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇത് ഇന്ത്യയുടെ സിറ്റുവേഷൻ വളരെ ഇമ്പ്രൂവ് ചെയ്തു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംഗിളിൽ ഇപ്പം ഒത്തിരി റൂമേഴ്സും ന്യൂസുകളും കഴിഞ്ഞ ദിവസങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഇതിനെപ്പറ്റി റിസർവ് ബാങ്കിന് കൺസേൺ ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ഒത്തിരി സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ചേഞ്ചസ് വരുത്തുമെന്നൊക്കെയുള്ള റൂമറുണ്ട്. അത് ചിലപ്പം കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഗവൺമെൻറ് പരീക്ഷിക്കത്തില്ല. കാരണം ഇതിപ്പം വളരെ നന്നായിട്ട് പോകുന്നൊരു സിസ്റ്റമാണ്. എല്ലാ സിസ്റ്റത്തിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ അസറ്റ്സും ഇങ്ങനെ സിക്ലിക്കലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, സാധാരണ വീട് മേടിക്കാനുള്ളവരും ഉണ്ട്, ഫ്ലാറ്റ് പണിയുന്നവരും ഒക്കെ ഉണ്ട്. ഇതല്ലാതെ തന്നെ ഇതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളെല്ലാം ഉണ്ട്. അത് എല്ലാ മാർക്കറ്റിലും ഉണ്ട്. അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എൻ്റയർ സിസ്റ്റത്തിനെ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പേരെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അത്തരത്തിലുള്ള വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും അതിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഗവൺമെൻറ്റിന് അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ക്യാപിറ്റൽ ഗെയിൻസിനെയൊക്കെ സംബന്ധിച്ചുള്ള ചില ചേഞ്ചസ് ഉണ്ടാകും. ഇൻകം ടാക്സിനെ സംബന്ധിച്ച് എല്ലാ ബജറ്റും വരുമ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷകളാണ്. കാരണം ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് കൂട്ടുന്നു. അത് ഈ സാലറീഡ് ക്ലാസ്സിലുള്ള ആളുകൾക്കും പൊതുവേ മിഡിൽ ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകൾക്കും. അപ്പോൾ ഇവിടെ ഉള്ളൊരു വലിയൊരു പരാതി എന്നായിരുന്നെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇൻഫ്ലേഷൻ ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് മിഡിൽ ക്ലാസ് ആളുകൾ സഫർ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. കാര്യം അവരുടെ ചിലവുകളെല്ലാം കൂടി, ആശുപത്രിയിൽ പോയാൽ ചിലവ് കൂടി, എല്ലാ ജീവിത ചിലവുകളെല്ലാം കൂടി. പക്ഷേ അവർക്ക് അതിനനുസരിച്ച് വരുമാനവും കൂടിയില്ല, ടാക്സിൽ അവർക്ക് വലിയ ബെനിഫിറ്റ് ഇല്ലതാണ്. അപ്പോൾ അവർക്ക് ഒരു നിരാശ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു പഴയ സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു പുതിയ സിസ്റ്റം, ഒരു ന്യൂ റെജീമൊക്കെ ഇൻകം ടാക്സിൽ കൊണ്ടുവന്നു, കുറച്ച് ലോവർ ടാക്സ് ഒക്കെ വെച്ചു. അപ്പോൾ അവർ പക്ഷേ വേറെ ചില എക്സംഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ഇൻകം ടാക്സിൽ ഇപ്പോൾ ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ ബജറ്റിൻ്റെ പരിധി വരുന്നത്. മറ്റതൊക്കെ GSTയുടെ പരിധിയിലാണ്. GST ബജറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. GST കൗൺസിലാണ് തീരുമാനിക്കുന്നത് മിക്ക സാധനത്തിൻ്റെയും GST റേറ്റ് എന്താണെന്നുള്ളത്. അപ്പം ബജറ്റിന് പഴയ പോലെയുള്ള റെലവൻസ് ഇല്ല. എന്നിരുന്നാലും ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും ക്യാപിറ്റൽ ഗെയിൻസിൽ പ്രത്യേകിച്ചും ഒക്കെ ചില തീരുമാനങ്ങളുണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ റാലി ഇതൊരു വളരെ ഷോർട്ട് ടൈമിലേക്കൊക്കെ നോക്കിയപ്പോൾ ബജറ്റ് മോശമാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വരും. ബജറ്റ് നല്ലതാണ്, ഒരാഴ്ചത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അത് ഒരു ഒറ്റ ആഴ്ചത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫണ്ടമെൻ്റൽ അനുസരിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വ്യൂവിൽ അടുത്ത ഒരു 10-15 വർഷം, അത് മോദി ഭരിച്ചാലും കൊള്ളാം, ആര് ഭരിച്ചാലും കൊള്ളാം, അൺലെസ് ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റുകളും ഇന്ത്യൻ എക്കണോമിയും പുതിയ ഉയരങ്ങളിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബജറ്റ് വരുന്ന സമയത്തെല്ലാം നമ്മൾ വളരെ പ്രതീക്ഷയോട് ആകാംക്ഷയോടൊക്കെ നോക്കുന്നത് കേരളത്തിന് എന്ത് കിട്ടും, അല്ലെങ്കിൽ കേരളത്തിന് ഏത് നിലയ്ക്കുള്ള ഒരു പരിഗണനയാണ് ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികമായിട്ടൊരു സംഭവം ഉണ്ടല്ലോ. ഇത്തവണത്തെ ബജറ്റിലും നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ വലിയ ആശ്ചര്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടെ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. 2 മന്ത്രി, അല്ല ഇലക്ഷന് ജയിച്ചൊരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ പ്രത്യേകമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു സാഹചര്യം പ്രത്യേകമായിട്ട് നിൽക്കുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ കേരളം ഏത് നിലയ്ക്കുള്ള പ്രതീക്ഷയാണ് ശരിക്കും വെച്ച് പുലർത്തുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാഷണൽ ലെവലുള്ള ഒരു ബജറ്റാണ്. അതിനൊരു സ്റ്റേറ്റ് വൈസ് ആയിട്ട് അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുന്നതിന് അത് വലിയ കാര്യമില്ല. പക്ഷേ എന്നാലും BJPക്കുള്ളിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് എനിക്ക് തോന്നുന്നത് അവർ കേരളത്തിനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇഷ്യൂവിനെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പലപ്പോഴും ഈവൻ മോദി തന്നെ ഈ ഇലക്ഷൻ മുമ്പ് പോലും ഞങ്ങൾ കേരളത്തിലൊരു സീറ്റ് കിട്ടിയപ്പോൾ അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ 10 സീറ്റ് കിട്ടുന്നതിനേക്കാളും വലിയ ആഹ്ലാദമാണ് അവർക്കുണ്ടായത്. കാരണം
കേരളം എല്ലാ കാലത്തും ഈ NDAക്ക് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ല. പലതരത്തിലുള്ള ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അവിടെ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ് ഇത്തവണ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നല്ല പരിഗണന. കഴിഞ്ഞ ഗവൺമെൻറ്റിലും സീറ്റൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും രാജ്യസഭ വഴിയൊക്കെ ആളുകളെ കയറ്റി മന്ത്രിയാക്കിയിരുന്നു. ഇത്തവണ 2 മന്ത്രിമാരുടെ ഇത് കിട്ടി. ആ ഒരു ട്രെൻഡ് വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും കേരളത്തിന് കുറച്ച് പാക്കേജസ് ഉണ്ടാകും, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ മിനിസ്റ്റർ ടൂറിസത്തിൻ്റെ ഒരു ചാർജുള്ള നമ്മുടെ ഫിലിം സ്റ്റാർ സുരേഷ് ഗോപിയുടെ മിനിസ്ട്രിക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ തന്നെ പറ്റിയ ഒരു പരിപാടിയുമാണ് ടൂറിസം. നമ്മൾ കാലാകാലങ്ങളായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. സമീപകാലത്ത് നമ്മൾ ഒരു കുറച്ച് പുറകിലേക്ക് പോയി കോവിഡിന് ശേഷം. ഇവിടെ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് മറ്റുമൊക്കെ. പക്ഷേ എന്നിരുന്നാലും കേരളത്തിനൊരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ട് ടൂറിസത്തിന്. നല്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലവും ഇത്രയും ഫെസിലിറ്റീസും ഒന്നും മറ്റ് സ്ഥലങ്ങളിലില്ല. അപ്പോൾ അത് മുതലാക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജോടെ കിട്ടിയാൽ അത് കേരളത്തിന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും. പിന്നെ ഉള്ളത് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനോടുള്ള സമീപനമാണ്. ഇത് 2 രീതിയിലാണ് മോദി ഗവൺമെൻറ് അതിനെ സമീപിച്ചത്. ഒന്ന്, പണ്ട് ആളുകളെല്ലാം വിമർശിച്ചിരുന്ന ഒരു കാര്യമാണ് പബ്ലിക് സെക്ടർ ഡിസിൻവെസ്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി. പക്ഷേ മോദി ഗവൺമെൻറ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള, നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന എയർ ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ അവർ ഡിസിൻവെസ്റ്റ് ചെയ്തു. അത് വളരെ നല്ല കാര്യമാണ്. കാര്യം അത് ശരിക്കും നമ്മുടെ കാശ് എടുത്ത് വീണ്ടും വീണ്ടും നഷ്ടത്തിൽ ഓടുന്ന അല്ല ഇൻഎഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അതൊക്കെ ഒഴിവാക്കുകയും എന്നാൽ ടേൺ അറൗണ്ട് ചെയ്യാൻ സ്കോപ്പ് ഉള്ളതിനെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കൊച്ചി ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ വലിയ ഉയരങ്ങളിലേക്ക് പോയി. ഒത്തിരി ഓർഡേഴ്സും കിട്ടി, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിഫൻസിൻ്റെ ഓർഡേഴ്സും ഒക്കെ കിട്ടി. അപ്പോൾ ആ പോളിസികളിലൊന്നും ഒരു തെറ്റുമില്ല. ആ പോളിസി തെറ്റില്ലെന്ന് മാത്രമല്ല, വളരെ കറക്റ്റായിട്ടുള്ള പോളിസിയാണ്. അത് കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ കൂടുതൽ സ്ട്രോങ് ആകും. നല്ല പ്രോഫിറ്റുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പിന്നെ അതിനെ വിറ്റ് കളയേണ്ട കാര്യമോ നമുക്ക് വേറെ കൺസേൺ ഒന്നുമില്ലല്ലോ. സ്ഥാപനം നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ്, രാജ്യത്തിനും നല്ലതാണ്. കാര്യം അൾട്ടിമേറ്റ്ലി ഗവൺമെൻറ് ആണല്ലോ അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. പിന്നെ നമ്മുടെ മേലെ അഡീഷണൽ ബേർഡൻ ഇല്ല. അവരുണ്ടാക്കുന്ന നഷ്ടത്തിനൂടെ നമ്മൾ കാശ് കൊടുക്കണമെന്ന് പറയുന്നിടത്താണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ ആ റാങ്കിളിൽ ആ പോളിസി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആണുള്ളത്. പിന്നെ കേരളത്തിലെ പബ്ലിക് സെക്ടർ, സെൻട്രൽ പബ്ലിക് സെക്ടറിലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ FACT അല്ലെങ്കിൽ കൊച്ചി ഷിപ്പ്യാർഡ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളുടെ ഒരു അനൗൺസ്മെൻറ്റ് വരുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ട ഒരു കാര്യം. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അല്ലാതെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പത്തെ ബജറ്റ് സ്വാഭാവികമായിട്ട് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടുള്ളതാണ് സാധാരണ നമ്മൾ. പക്ഷേ ഇത്തവണത്തെ ബജറ്റിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം നമുക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അല്പസമയം മുമ്പ് തന്നെ സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സംഭവമായിരിക്കും, പെട്ടെന്ന് 1 വർഷത്തേക്കുള്ളതല്ല. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളായിരിക്കില്ലേ ശരിക്കും? അല്ല, നമുക്കതിനെപ്പറ്റി ഊഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി ഒരു ചെറിയ ക്ലൂ നമുക്ക് നാളെ കിട്ടും. നാളെ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് പാർലമെൻറ്റിൽ ടേബിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നാളെ വൈകിട്ടാകുമ്പോഴത്തേക്ക് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ വരും. ഗവൺമെൻറ്റിന് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇൻട്രീം ബജറ്റ് ഉണ്ടായിരുന്നല്ലോ ഇതിന് തൊട്ട് മുമ്പ്, അതായത് ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഒരു കുറച്ച് പീരീഡിലേക്കുള്ള ഈ 4 മാസത്തേക്കുള്ള ഇൻട്രീം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവിടെ താങ്കൾ പറഞ്ഞ പോലെ ആളുകൾ പ്രത്യേകിച്ച് വലിയ ഇലക്ഷൻ മുന്നിൽ കണ്ട് വലിയ സോപ്പൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. പക്ഷേ അതങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ഇലക്ഷനിൽ ചെറിയ ഉദ്ദേശ റിസൾട്ട് വരാതിരുന്നത്, ഈ 350 സീറ്റും ഒക്കെ പറഞ്ഞൊന്നും കിട്ടാതിരുന്നതെന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിമർശനം ഇവരുടെ പാർട്ടിക്കുള്ളിലും അതിൽ തന്നെ ഉണ്ട്, NDA സൈഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിനെ അന്ന് അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യം ഇത്തവണ അഡ്രസ്സ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയാൻ പാടാത്തത്. പക്ഷേ നമ്മുടെ മുന്നിൽ കുറച്ച് സ്റ്റേറ്റ് ഇലക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഇലക്ഷൻ ഇപ്പോൾ ഉടനെ വരുന്നു, മറ്റ് പല സ്റ്റേറ്റ് ഇലക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റുകളുമാണ്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ട് ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നത് എന്തായാലും റൂറൽ എക്കണോമിക്ക് ഒരു സപ്പോർട്ട് വേണം, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാര്യം നമ്മുടെ ആളുകളിൽ നല്ലൊരു പോപ്പുലേഷൻ ഇപ്പോഴും റൂറൽ സൈഡിലാണ് നിൽക്കുന്നത്. അവർക്കൊരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഈ കൺസംഷൻ സൈഡിൽ ബിസിനസ്സുകൾ കുറച്ച് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 വീലേഴ്സ് അല്ലെങ്കിൽ കാർസിന് പിന്നെ അത്ര കുഴപ്പമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഗവൺമെൻറ് ഫോക്കസ് എപ്പോഴും ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ അങ്ങനത്തെയുള്ള കാര്യങ്ങളിലേക്കാണ്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും. കാര്യം അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുവഴി നമ്മുടെ ഇമ്പോർട്ട് കുറയും, ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട് കുറയും. എന്നാലും ഗവൺമെൻറ് കുറച്ചൊരു മറ്റ് സാധനങ്ങൾ FMCG ഗുഡ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്തരം സാധനങ്ങൾക്കൊക്കെ ഒരു സെയിൽസ് കുറച്ചും താന്നിട്ടുണ്ട്. റൂറൽ എക്കണോമിയിൽ നിന്ന് അത്ര ആളുകൾക്ക് അങ്ങനെ ഒരു കാശ് മാറ്റി വെക്കാനില്ല ഇപ്പം ശരിക്കും. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു പാക്കേജ് ഉണ്ടാകും എന്ന് പറയുന്നു. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സ്കീമാണ് ഈ മോദി ഗവൺമെൻറ് എടുത്ത് പരീക്ഷിച്ചത്. അതായത് കാശ് നേരിട്ട് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെല്ലുന്ന രീതി. ആ കാശ് 6,000 രൂപ എന്നുള്ള 12,000 രൂപ ആകുമെന്ന് പറയുന്നു ഇത്തവണ. അങ്ങനെയൊക്കെ വരുന്നത് ഒരിക്കലും മോശമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചില ആളുകൾ ഇതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മൾ ആളുകൾക്ക് കാശ് കൊടുത്തു വരുന്നവർ അവരൊന്നും പണിക്കും പോകത്തില്ല, ഇങ്ങനെ ഈ കിട്ടുന്നതും കിട്ടാതിരിക്കുമ്പം വിമർശിച്ചുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പറച്ചിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ വെൽഫെയർ പെൻഷനൊക്കെ ബ്ലോക്ക് ആയപ്പോഴത്തേക്കും ഭയങ്കര രീതിയിലുള്ള വിമർശനം കേരളത്തിലുണ്ടായിരുന്നു. അത് എവിടെ വേണമെങ്കിലും ഉണ്ടാകും. പക്ഷേ ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും ഇപ്പോൾ നമ്മളൊരാളുടെ ലൈഫ് സ്പാൻ എടുത്താൽ
അയാൾക്കൊരു 10-30 വയസ്സ് തൊട്ടൊരു 50-60 വയസ്സ് കൂടുതൽ അങ്ങനെ അതിനപ്പുറത്തേക്ക് അയാൾ പണിയണമെന്ന് പറഞ്ഞാൽ അയാളെ പ്രൊഡക്റ്റീവ് ആകണമെന്ന് പറയാനൊക്കത്തില്ല. ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് ഈ 25-40-45 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലാണ് ഒരാൾക്ക് ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഉള്ളത്. അത് കഴിയുന്നതോടുകൂടി പ്രൊഡക്ടിവിറ്റി കുറയും. സ്വാഭാവികമായിട്ട് 10-60 വയസ്സാകുന്നതോടെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് അവർക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റി തന്നെ ഉള്ള പോപ്പുലേഷൻ്റെ ഒരു പാർട്ട് വളരെ പ്രൊഡക്റ്റീവും വളരെ എഫിഷ്യൻറ്റുമായിട്ടുള്ള ആളുകളായിരിക്കും. അവർ ഡോക്ടേഴ്സ് ആകും, എഞ്ചിനീയേഴ്സ് ആകും, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരും എന്തെങ്കിലുമൊക്കെ ആകും. പക്ഷേ വേറെ ചില ആളുകൾക്ക് അങ്ങനെ ആകാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് തെറ്റിദ്ധരിക്കപ്പെട്ട് പോകില്ല. കാര്യം ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഇത് പോകത്തുള്ളൂ എന്ന് പറയുമ്പം പിന്നെ അത് ആക്ച്വലി പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരും, നെഗറ്റീവായിട്ട് വരും. അതാണ് കാര്യം. നമ്മുടെ ഈ മുദ്രാ ലോൺ, ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട് അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഏത് നിലയ്ക്കാണ് ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? അത് തുടർന്നുള്ള ബജറ്റുകളിലും ഇപ്പം വരാനിരിക്കുന്ന ബജറ്റിലൊക്കെ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് ശരിക്കും? ഒരു തീമായിട്ട് മോദി ഗവൺമെൻറ് എടുത്തത് ഈ വിമൻ എംപവർമെൻറ്റ് എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ആംഗിളിൽ ലേഡീസിന് ഫേവറബിളായിട്ടുള്ള കുറച്ച് അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലാത്ത ആവശ്യങ്ങൾക്കായിട്ടുള്ള ലോണുകൾക്കൊക്കെ ഗവൺമെൻറ് അറ്റ്ലീസ്റ്റ് ഒരു പരിഗണന തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഗവൺമെൻറ് ഒരു ഹൈലൈറ്റ് ഈ ബജറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ബജറ്റിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ എക്കണോമിക്സും ഒന്നും കൂടുതൽ ആളുകൾ നോക്കത്തില്ല, ഒരു ദിവസത്തേക്ക് നോക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഹെഡ്ലൈൻ ന്യൂസുകളാണ്. അപ്പോൾ ഇവർ ഈ വോട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇവഞ്ച്വലി വോട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഇമേജ്, അതായത് ഇപ്പം ന്യൂസുകൾ വഴിയും അല്ലെങ്കിൽ അനാലിസിസ് വഴിയും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിനൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ അത് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയൊരു തംബ്നെയിലായിട്ട് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് സ്ത്രീകൾക്ക് അത് കൊടുത്ത്, സ്ത്രീകൾക്ക് ആക്ച്വലി വലുതായിട്ടൊന്നും കൊടുത്ത് കാണത്തില്ല. ഈ മുദ്രാ ലോൺ തന്നെ കൊടുത്തിട്ടും അങ്ങനെ എല്ലാവർക്കും ഒന്നും അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ മോശമല്ലെന്നാത്ത ഒരു റെസ്പോൺസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവർ ചെയ്ത ചില കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള പോളിസി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈനാക്കിയതും ഓൺലൈനായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതും ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതും ഒക്കെ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത കാര്യങ്ങളാണ്. പല രാജ്യങ്ങളും വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഇപ്പോൾ UPI ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റം, നമ്മൾ ഈ പേടിഎം, ഗൂഗിൾ പേ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വളരെ അത്ഭുതത്തോടെ ആ ലോകങ്ങൾ കാണും. പല ലോകരാജ്യങ്ങളും അതിപ്പം എടുത്തിട്ടുണ്ട്. ഈവൻ ഡെവലപ്ഡ് നേഷൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ ഇത് കോപ്പി ചെയ്തേക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ പ്ലസ് പോയിൻറ്റ്സ് ടെക്നോളജി ഉപയോഗിച്ചും അല്ലാതെയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മുദ്രാ ലോണുകളും അതുപോലത്തെ ഉള്ള സ്കീംസും ഒക്കെ അവർ ഹൈലൈറ്റ് ചെയ്യും. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനു വേണ്ടി ഒരു സോഷ്യൽ മീഡിയ ടീം വർക്ക് ആകുന്നുണ്ടാവുമല്ലോ, അവർ ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം പ്രയോജനം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഇതൊന്നും മാറാനുള്ള ഒന്നും കാണുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യം, പോളിസികൾ കഴിഞ്ഞ കാണുന്ന അതേ പോളിസി കണ്ടിന്യൂ ചെയ്യുക. ഒരു എക്കണോമിയുടെ ആംഗിളിൽ നോക്കിയാൽ ഡെഫിസിറ്റ് കുറച്ച് നിർത്തിക്കൊണ്ട് അന്ന് പറഞ്ഞാൽ അധികം കടമെടുത്ത് ബർഡൻ ഉണ്ടാക്കാതെ, എന്നാൽ മാക്സിമം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും പിന്നെ കുറച്ച് വെൽഫെയർ മെഷേഴ്സ് കൂടെ കൊടുത്താൽ ബജറ്റ് നന്നായിട്ട് വരും. നിർമ്മല സീതാരാമൻ പൊതുവേ അത് ഓഫ് കോഴ്സ് അത് വളരെ അവർ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിലുള്ള അപ്രോച്ചൊക്കെ വളരെ ഡിസിപ്ലിൻഡ് അപ്രോച്ച്, അവരത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നൊരു അതിന് പ്രത്യേകമായിട്ടുള്ള എന്തായാലും പദ്ധതികൾ ഉണ്ടാകേണ്ടതില്ലേ? തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കഴിഞ്ഞോണം അവർ ചെയ്ത ഒരു കാര്യം സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ പക്ഷേ അതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൽ ഒരു സൈഡിൽ കൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സ്കിൽസിന് തന്നെ റെലവൻസ് ഇല്ലാതെ പോയി. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ലോകത്തെല്ലായിടത്തും സംസാരം. അതൊക്കെ വന്നു കഴിയുമ്പോൾ പല ട്രഡീഷണൽ സ്കിൽസിനും യാതൊരു റെലവൻസും ഇല്ലാത്ത സിറ്റുവേഷൻ വരും. മനസ്സിലായില്ലേ? എല്ലാ കാലങ്ങളിലും ഉണ്ട്. പണ്ട് ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് വന്നു. അപ്പോൾ അതിൽ കൂടെ ഇപ്പോൾ ഡിജിറ്റൽ സർവീസസ്, മൊബൈൽ ഫോൺസ് വന്നു, ടച്ച് ഫോൺസ് വന്നു, അങ്ങനെ സർവീസസ് ഒക്കെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ AI വരുമ്പോഴും അടുത്ത 4-5 വർഷം കൊണ്ട് കുറേ കാര്യങ്ങൾ ചേഞ്ച് ആകും ലോകത്ത്. പക്ഷേ ഈ AIക്കകത്ത് ഒരു ഡിസ്റപ്റ്റീവ് എലമെൻ്റ് ഉണ്ടെന്നാണ് അറിവുള്ള ആളുകൾ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യാൻ അറിയില്ല. പക്ഷേ അത് പല തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-20 വർഷങ്ങളിൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കിയ ഒരു സെക്ടറാണ് IT മേഖലയിൽ. ആ നേട്ടത്തിൻ്റെ കൂടുതൽ ഭാവം വന്നത് നമ്മുടെ വെളിയിലുള്ള ജോബുകൾ ഇങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ യൂത്തിലൊരു നല്ല ശതമാനം ഇപ്പം അങ്ങനത്തെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് എങ്ങനെയാണ് അവരുടെ കരിയർ ഇനി മാറുക എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഒരു കൺസേൺ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ത്യ നിൽക്കുന്ന പോലത്തെ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇന്ന് ലോകത്തൊരു രാജ്യവും ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വെച്ചാൽ വർക്ക് ഫോഴ്സ് ഒരു സൈഡിലുണ്ട്, തൊഴിലില്ലെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഗവൺമെൻറ് കറക്റ്റായിട്ടുള്ള പോളിസികൾ എടുത്താൽ തീർച്ചയായിട്ടും മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത പോലത്തെ അവസരങ്ങൾ ഇവിടെ ഉണ്ട്, മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത പോലത്തുള്ള ഗ്രോത്ത് ഇവിടെ ഉണ്ട്. ഗവൺമെൻറ് ഫിനാൻഷ്യൽ പൊസിഷനും അത്ര മോശമല്ല.
അങ്ങനെ നല്ലൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ നാളുകളായിട്ട് റെയിൽവേ ബജറ്റും നമ്മുടെ ഈ ബജറ്റ് കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടത്. അപ്പോൾ റെയിൽവേ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ ഓരോ ഘട്ടത്തിലും സാധാരണ ബജറ്റ് പറയും പോലെ തന്നെ പ്രതീക്ഷകൾ വെക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും അത്തരത്തിലൊരു വലിയ പ്രതീക്ഷ നമുക്ക് വെക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? ശരി, പണ്ട് റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ബജറ്റായിട്ടാണ് മെയിൻ ബജറ്റിന് ഒരു ദിവസം മുന്നെയാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ റെയിൽവേ ബജറ്റോട് ഇതോടെ ഇൻക്ലൂഡഡ് ആക്കി. റെയിൽവേയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവർക്ക് എന്താ കംപ്ലയിൻറ്റ് പറയാനുള്ളത്? ആകെപ്പാടെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ആളുകൾ പറഞ്ഞാൽ റെയിൽവേയിൽ കൂടെ പ്രൈവറ്റ് ട്രെയിൻസ് ഓടുന്നുള്ള, അതിനെ എന്തിനാ അങ്ങനെ കംപ്ലയിൻ്റ് ആക്കാൻ പറ്റുന്നത്? എഫിഷ്യൻസിയുള്ള പ്രൈവറ്റ് ട്രെയിൻസ് ഓടട്ടെ. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ടെലിഫോൺ സെക്ടർ എടുത്താൽ ടെലിഫോണിൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറിയത്. നേരത്തെ ഒരു BSNL MTNL മാത്രമേ ഉള്ളായിരുന്നു. നമുക്കൊരു ഫോൺ കണക്ഷൻ കിട്ടാൻ തന്നെ 2 വർഷം വെയിറ്റ് ചെയ്താൽ ഒരു ഫോൺ കണക്ഷൻ കിട്ടും. ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ മൊബൈൽ ഫോൺസ് വന്നു, ചോദിച്ചാൽ കിട്ടി. സ്കീംസൊക്കെ വളരെ ചെറിയ 100 രൂപ 200 രൂപ 300 രൂപയ്ക്കൊക്കെ ഉള്ള പാക്കേജസ് ഒക്കെ വന്നു. അങ്ങനെ ആളുകൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു. എന്ന് പറഞ്ഞ പോലെ റെയിൽവേയിലാണെങ്കിലും ഇപ്പോൾ കേറ്ററിംഗ് സർവീസസ് ഇമ്പ്രൂവ് ചെയ്തു, വന്ദേ ഭാരത് പോലത്തെ ട്രെയിൻസ് വന്നു, ലോങ് ഡിസ്റ്റൻസ് വരുന്നു, ട്രാക്കുകളൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെൻറ്റും കൂട്ടത്തിൽ പ്രൈവറ്റ് സെക്ടറൂടെ വരുന്നതോടുകൂടി അത് ട്രെയിനുകൾ അലോക്കേറ്റ് ചെയ്യാന്നൊരു സാധനമുണ്ട്, നമുക്ക് കുറേ ലഭ്യമാക്കാമെന്നോ കേരളത്തിന് വകയിരുത്ത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ എനിക്ക് അതിനെപ്പറ്റി ടെക്നിക്കലി അറിയത്തില്ല കമൻറ്റ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൻ്റെ റെയിൽവേ ലൈൻ ഇനിയിപ്പം ലൈൻസിൻ്റെ എണ്ണം കൂട്ടണം, അല്ലാതെ ഉള്ള ലൈനിൽ കൂടെ ഓടാവുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്കറിയില്ല, പറ്റുമായിരിക്കും എന്തായാലും. പക്ഷേ എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, റെയിൽവേയിൽ കണ്ടമാനം കാര്യങ്ങൾ കഴിഞ്ഞ 5-6 വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്. റെയിൽവേയിൽ ട്രാവൽ ചെയ്യുന്ന, ഞാൻ സ്ഥിരമായിട്ട് റെയിൽവേ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം ടിക്കറ്റ് ബുക്കിംഗ് തൊട്ട് കോച്ചിൻ്റെ ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളുടെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ലോക ഒരു സ്റ്റാൻഡേർഡ് നോക്കിയാൽ നമ്മളിപ്പോഴും ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്കോപ്പ് ഉണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ റെയിൽവേ അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാ ബജറ്റുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അതിനകത്തെല്ലാം കൃത്യമായ രീതിയിൽ പറയുന്ന ഒരാളാണ് അങ്ങ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ അങ്ങയുടെ പരിധിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ പോലും അത് അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് തന്നെ ഒരു ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. കർഷകർ സമരത്തിൽ തുടരുന്ന സാഹചര്യമുണ്ടെന്ന് പറയുന്നു. കർഷകരെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്കൊരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള പ്രതിഷേധങ്ങളൊക്കെ നിൽക്കുമ്പോൾ കാർഷിക മേഖലയും ഇതിൻ്റെ പരിഗണനയിൽ വലിയ രീതിയിൽ പരിഗണന ലഭിക്കേണ്ടതല്ലേ? കാർഷിക മേഖലയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിന് ഈ കഴിഞ്ഞ മോദി ഗവൺമെൻറ്റിന് പരാജയം സംഭവിച്ച ഒരു മേഖലയാണത്. കാരണം പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സെറ്റ് ആളുകളാണ് കൃഷിക്കാർ. അതുതന്നെ ആ കർഷക സമരമൊക്കെ അതിനകത്ത് പല പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാർഷിക മേഖല റിഫോം മോദി പുറകോട്ട് പോയ ഒരു കേസാണ് ഈ കർഷക ബില്ലിൽ നിന്നൊക്കെ. ശരിക്കും ആ കർഷക ബില്ലിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അതാണ് കറക്റ്റായിട്ട് ചെയ്തു പോകേണ്ടത്. പക്ഷേ അദ്ദേഹം അത് പുറകോട്ട് പോയത് പൊളിറ്റിക്കൽ കമ്പൾഷൻ കൊണ്ടാണ് പോയത്. പുറകോട്ട് പോയത് കൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയെ അത്ര എളുപ്പത്തിൽ അങ്ങനെ കരകയറ്റാനും പറ്റത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ്. ഇപ്പോഴും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതും നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കാർഷിക. പക്ഷേ കാർഷിക മേഖലയിൽ എഫിഷ്യൻസി കൊണ്ടുവരാതെ നമുക്കിനി പിടിച്ചിരിക്കാൻ ഒക്കത്തില്ല. പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ പല രീതിയിലുള്ള പുതിയ കൃഷി രീതികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ 4-1 കോസ്റ്റിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാര്യം അവർ മെക്കനൈസ് ചെയ്തു, പല ടെക്നോളജി കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ ചെയ്തു. നമുക്കിവിടെ അതൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. കൃഷിക്കാർ ഇപ്പോഴും മാർജിനൽ ഫാമേഴ്സായിട്ട് നിൽക്കുന്നു. അവർക്ക് വേറെ ഇൻകം ഇല്ല. അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. പല അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനും വിലയില്ല, ഉദ്ദേശിക്കുന്ന വിലയൊട്ട് കിട്ടത്തുമില്ല അവർ വിൽക്കാൻ ചെല്ലുമ്പോൾ. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. ഒറ്റ വഴിയിലൊന്നും ഈ മോദി ഗവൺമെൻറ് എനിക്ക് തോന്നുന്നില്ല ഇത്തവണ അവരത് എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്കിനി അതെടുത്തൊരു സ്റ്റേറ്റ് ഇലക്ഷനുകൾക്കൊക്കെ മുന്നേറ്റ് ഇനി ഒരു വിമർശനം കൂടെ എടുക്കാനായിട്ടുള്ളൊരു ധൈര്യം കാണിക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കർഷകരുടെ കഷ്ടത്തിൽ തന്നെയാണ്. പിന്നെ ഏത് രീതിയിലാണ് പക്ഷേ റൂറൽ എക്കണോമിക്ക്, അത് കർഷകർ മാത്രമല്ലല്ലോ, റൂറൽ എക്കണോമിക്കായിട്ടൊരു പാക്കേജ് ചിലപ്പോൾ ഉണ്ടാകാം. അതിൽ കർഷകർക്കും ബെനിഫിറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. എന്തായാലും ഈ 3-ാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് അത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ നിൽക്കാം, അങ്ങനെയല്ലേ? അല്ല, പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ അത് മോശമാകാനുള്ള ചാൻസ് ഇല്ല. കാര്യം ഗവൺമെൻറ് ഫിനാൻഷ്യൽ പൊസിഷൻ നല്ല ആയതുകൊണ്ട് തന്നെ വലിയൊരു ബർഡൻ ഇനി ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ വലിയ സർപ്രൈസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ബജറ്റ് ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല. പിന്നെ ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഉദ്ദേശിച്ച മെജോറിറ്റി കിട്ടിയില്ലെങ്കിലും അവർക്ക് നല്ല മെജോറിറ്റി ഉണ്ടല്ലോ. അവർക്ക് പാർട്ടീസിനെയൊക്കെ കൂട്ടിയിട്ട് നല്ല രീതി ഇതിലും വളരെ 4-5 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെ ഇഷ്ടംപോലെ ഗവൺമെൻറ്റുകൾ ഭരിച്ചിട്ടുണ്ട് അതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അവരുടെ സിറ്റുവേഷൻ അത്ര മോശമൊന്നുമല്ല. നല്ലൊരു ബജറ്റുമായിട്ട് വരികയും എക്കണോമിക് പോളിസീസ് കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്താൽ ഇന്ത്യക്ക് അടുത്ത വർഷങ്ങളിൽ ഈ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകും. അപ്പോൾ മോദിയുടെ ഒരു ശ്രദ്ധ എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ടൈമിൽ തന്നെ ഇന്ത്യ ഒരു 3rd ലാർജസ്റ്റ് എക്കണോമി ആക്കി മാറ്റണമെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വാശി.
അതായത് 2027-28 ആകുമ്പോഴത്തേക്കും ആകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. അത് അതിനുള്ള ആകാം, ഒരു 8-9% ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആകാം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി പരമാവധി ശ്രമിക്കും. കാര്യം പുള്ളി ഇനി ഒരു ടേം കൂടെ നിൽക്കുമെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് അതിനെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഈ ഇപ്പോൾ പ്രധാനമന്ത്രിയായി തിരിച്ചു വന്ന സ്പീച്ചിലുമൊക്കെ പുള്ളി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം. ആ ഒരു കാര്യത്തിന് ഇതേ പോളിസികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നന്നായിരിക്കും സിറ്റുവേഷൻ. എന്തായാലും 3ാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടൊപ്പം തന്നെ കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.